Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Gold and Diamonds അങ്കമാലി. അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ട്രീ നിർമ്മിച്ചു. അങ്കമാലി MLA റോജിം ജോൺ ഉദ്ഘാടനം ചെയ്തു. ചെലവിലെ നല്ല ഉൽപ്പന്നങ്ങൾ ലഭിക്കാവുന്ന ഒരു ക്രമീകരണവും അതുപോലെ തന്നെ ഇതിൽ നിന്ന് സമാഹരിക്കുന്ന തുക അത് പൂർണ്ണമായിട്ടും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു പദ്ധതിയും വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് മർച്ചന്റ് അസോസിയേഷൻ്റെ യൂത്ത് വിങ് ഏറ്റെടുത്ത് ഇവിടെ നടപ്പിലാക്കുന്നത്. മർച്ചന്റ് അസോസിയേഷൻ അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം വളരെ സജീവമായി പ്രവർത്തന രംഗത്തുള്ള ഒരു സംഘടനയാണ്. അതുപോലെ തന്നെ അസോസിയേഷൻ്റെ യൂത്ത് വിങ്ങും പ്രവർത്തന രംഗത്ത് വളരെ കർമ്മനിരതമാണ് എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. മുടക്കം കൂടാതെ എല്ലാ വർഷവും ഈ പരിപാടി ഇവിടെ നടത്തപ്പെടുകയാണ്. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ബാസിൻ കെയോ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് പബ്ലിഷ് ചെയ്ത ഇന്ത്യ ടൈംസിലുണ്ടായിരുന്ന ഒരു അവലോകനം അനുസരിച്ച് ഡെക്കാത്തലോൺ ഇന്ത്യയിൽ നിന്ന് മാത്രം കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ ലാഭം മാത്രം 4000 കോടി രൂപയാണ്. 4000 കോടി രൂപ ഡെക്കാത്തലോൺ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയോ അതിനകത്ത് ഒരു സഹചാരിയായിട്ട് പോലും വരാത്ത ഈ ഡെക്കാത്തലോൺ ഇത്രയും കോടി ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ വ്യാപാരികൾ പ്രതിസന്ധിയിലാണ്. ഈ വ്യാപാരികളാണ് ഇവിടുത്തെ ഓരോ ദുരന്തമുഖത്തും മുമ്പിൽ നിന്നുകൊണ്ട് ഈ നാട്ടുകാരുടെ രക്ഷകരായും അവർ സംരക്ഷകരായിട്ടൊക്കെ നിന്നിട്ടുള്ളത്. ഈ ചെറുകിട വ്യാപാര മേഖലയുടെ ഒരു ഉണർവിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ്, സെക്രട്ടറി ബിജു പൂപ്പത്ത്, ട്രഷറർ ഡെന്നി പോൾ, ജില്ലാ സെക്രട്ടറി NV പോളച്ചൻ, മുൻ ജില്ലാ സെക്രട്ടറി സനോജ് സ്റ്റീഫൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് റോജിൻ ദേവസി, ട്രഷറർ ബസിൽ മേച്ചേരി, കോർഡിനേറ്റർ ശ്യാം ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 9ാമത്തെ ട്രീ ആണ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഈ 8 വർഷക്കാലം വളരെ ഭംഗിയായിട്ട് നമ്മൾ നടത്തിക്കൂടാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന സാമ്പത്തിക വരുമാനം നമ്മൾ അന്നദാനം എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷങ്ങൾ നല്ല ഇതിലും ചെയ്യാൻ സാധിച്ചു. അതിന് ബാക്കി ചാരിറ്റികളും ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ പ്രവർത്തന മേഖലയിലേക്ക് എല്ലാം ഇതിൻ്റെ സംഭാവന വരുമ്പോൾ അത് കൊണ്ടുവന്ന് അല്ലെങ്കിൽ പ്രവർത്തനം മാറ്റിവെച്ച് നമ്മൾ നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഉൾപ്പെടെ ഇവരെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകരെ, യൂത്ത് വിങ് എല്ലാ വർഷവും ഇവിടെ നടത്താറുള്ള ക്രിസ്മസ് ട്രീയുടെ ഉദ്ഘാടനമാണ് ഏതാനും ഇവിടെ നടന്നിരിക്കുന്നത്. യൂത്ത് വിങ് വളരെ സജീവമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. വരും തലമുറയ്ക്ക് ഒരു ആവശ്യമായ അങ്കമാലി മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിങ് ഇന്നിവിടെ നടത്തുന്ന ഈ ക്രിസ്മസ് ട്രീക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും കഴിഞ്ഞ ക്രിസ്മസിൻ്റെയും വരാൻ പോകുന്ന പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് പല പല സംഭവവികാസങ്ങൾ ലോകത്ത് നടന്നു. എന്നാൽ അടുത്ത വർഷം നമുക്ക് കുറെ കൂടി ഭംഗിയായിട്ട് നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ലോകത്തും എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ വാക്കുകളിൽ അദ്ദേഹം പറയുന്നു, കസ്റ്റമർ ഈസ് ദി ബെസ്റ്റ് പേഴ്സൺ ഇൻ അവർ പ്രിമൈസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വ്യാപാര മേഖല ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും ഭംഗിയായിട്ട് ഇതിൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും അത്യാവശ്യമാണ്. എപ്പോഴും ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ്. ആ ആഘോഷങ്ങളുടെ സമാപനത്തിലേക്ക് നമ്മൾ വരികയാണ്. ഈ അവസരത്തിൽ നമുക്കറിയാം, എപ്പോഴും ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും കരുത്ത് എന്ന് പറയുന്നത് യുവാക്കളാണ്. അങ്കമാലി മർച്ചന്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല നിർദ്ദേശങ്ങളും പുതിയ ആശയങ്ങളുമായിട്ട് എന്നും ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിഭാഗമാണ് യൂത്ത് വിങ്. ആ ട്രീയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുവാൻ യൂത്ത് വിങ്ങിന് സാധിക്കാറുണ്ട്. മറ്റു പ്രവർത്തനങ്ങൾക്ക് ആ ഫണ്ട് ഉപയോഗിക്കാറില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ. അപ്പോൾ യൂത്ത് വിങ് എന്നും മാതൃസംഘടനയ്ക്ക് വളരെ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നഗരത്തെ ചലിപ്പിക്കുന്ന, വ്യാപാര മേഖലയെ ചലിപ്പിക്കുന്ന പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് യൂത്ത് വിങ് മുന്നോട്ട് പോകുകയാണ്.